MSTasteTouchലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഉണക്കമീനും പച്ചക്കറിയും കൊണ്ടുള്ള ഒരു നാടൻ കറിയാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത്. ചോറിനോടൊപ്പം കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണിത്. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതിനായി ഞാൻ 2 പച്ചക്ക എടുത്തിട്ടുണ്ട്. നമുക്കിതിൻ്റെ തൊലി കുറച്ച് ചീകി കളഞ്ഞിട്ട് 4ആയിട്ട് മുറിച്ചെടുക്കണം. ഇനി 1 ഇഞ്ച് നീളമുള്ള കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുക്കണം. ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. പച്ചക്ക നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കറ പോകാൻ വേണ്ടിയാണ് വെള്ളത്തിലിട്ട് വെക്കുന്നത്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. അപ്പോൾ ഇതിൻ്റെ കറയൊക്കെ പെട്ടെന്ന് പോയി കിട്ടും. ഇനി നമുക്കിതൊരു കറിച്ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്കിനി ഉണക്കമീൻ ചേർക്കാം. 150 ഗ്രാം ഉണക്കമീൻ നന്നായി കഴുകി ഒരിടത്തരം വലുപ്പത്തിൽ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർക്കാം. 4 പച്ചമുളക് നീളത്തിൽ മുറിച്ചത് ഇട്ട് കൊടുക്കാം. ഇനി 2 കഷ്ണം കുടംപുളി നന്നായിട്ട് കഴുകി ഇതിലേക്ക് ചേർക്കാം. കുറച്ച് ഉപ്പും ചേർക്കാം. ഉപ്പ് ആദ്യമേ തന്നെ അധികം ചേർക്കേണ്ട. ഉണക്കമീനിൽ ഉപ്പുണ്ടാകും, നോക്കിയിട്ട് ചേർത്താൽ മതി. ഒരു 2 കപ്പ് വെള്ളവും കൂടി ചേർത്ത് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. ഇനി ഇത് അടച്ചു വെച്ച് വേവിക്കാം. ഇതിപ്പോൾ നന്നായി തിളക്കുന്നുണ്ട്. തിളച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേവിച്ചാൽ മതി. ഇടയ്ക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കണം. ഇത് വേവുമ്പോഴേക്കും ഇതിനുള്ള അരപ്പ് തയ്യാറാക്കാം. മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് തേങ്ങ ചിരവിയതും 3 ചുവന്നുള്ളിയും ഇട്ട് കൊടുക്കാം. 1/2 കപ്പ് വെള്ളം ചേർത്ത് ഇത് നന്നായിട്ട് അരച്ചെടുക്കണം. ഇപ്പോൾ ഇതിലെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. പച്ചക്ക നന്നായി വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരപ്പ് ചേർക്കാം. ഈ പാത്രത്തിലേക്ക് കുറച്ച് വെള്ളമൊഴിച്ച് കഴുകി ഒഴിക്കാം. ഇതിപ്പോൾ അല്പം കുറുകിയാണ് ഇരിക്കുന്നത്. നമുക്കിതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ചേർത്ത് ഇതൊന്ന് ലൂസാക്കിയെടുക്കാം. ഈ ഒരു പരുവത്തിൽ എടുത്താൽ മതി. ഇനി ഇതൊന്ന് തിളച്ചു വരട്ടെ. തിളച്ചു വരുമ്പോൾ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. അധികം നേരം തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ചെറുതായി കുറുകിയ രീതിയിലുള്ള ഒരു കറിയാണിത്. ഈ ഒരു പരുവത്തിൽ എടുത്താൽ മതി. നമുക്കിനി ഇതിലേക്ക് താളിച്ചൊഴിക്കാം. ഒരു പാൻ വെച്ചിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ 1 ടീസ്പൂൺ കടുകിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. ഇതിലേക്ക് 6 ചെറിയ ഉള്ളി അരിഞ്ഞതും 2 വറ്റൽമുളക് 2ആയി മുറിച്ചതും കുറച്ച് കറിവേപ്പിലയും ചേർക്കാം. ഉള്ളി ഒരു ഗോൾഡൻ കളർ ആവുന്നത് വരെ വഴറ്റി കൊടുക്കണം. ഇനി
ഇനി നമുക്കിത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ നാടൻ രീതിയിലുള്ള ഉണക്കമീനും പച്ചക്കറിയും കറി റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. ചോറിനോടൊപ്പം കഴിക്കാൻ വളരെ ടേസ്റ്റിയായ ഒരു കറിയാണിത്. എല്ലാവരും ഉണ്ടാക്കി നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്